മലയോര മേഖലയിലെ കുടിയേറ്റ ജനതയുടെ യാത്രാ ദുരിതത്തിന് വിരാമമായിരിക്കുകയാണ്. സംസ്ഥാനം കണ്ട വലിയ വികസന മുന്നേറ്റം കൂടിയാണ് മലയോര ഹൈവേയിലൂടെ യാഥാർത്ഥ്യമായത്. ദേശീയപാത വികസനം, ഗെയിൽ, വിഴിഞ്ഞം, തീരദേശ ഹൈവേ, കൊച്ചി ഇടമൺ പവർ ഹൈവേ, അങ്ങനെ നിരവധി പദ്ധതികൾ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം നടപ്പിലാക്കിയ സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ മറ്റൊരു സ്വപ്ന പദ്ധതി കൂടിയാണ് മലയോര ഹൈവേയിലൂടെ ഇപ്പോൾ നാട് അനുഭവിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരത്തെ പാറശാല വരെയുള്ള 1251 കിലോമീറ്റർ ദൈർഘ്യം വരുന്നതാണ് മലയോര ഹൈവേ. പദ്ധതിയുടെ ആകെ ചെലവ് 3500 കോടിയാണ്. ഈ പാതയുടെ 250 കിലോമീറ്റർ പ്രവൃത്തിയാണ് പൂർത്തിയായത്. ബാക്കിയുള്ള 200 കിലോമീറ്റർ കൂടി ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം. പ്രവൃത്തി പൂർത്തിയായ ആദ്യ റീച്ച് കോഴിക്കോട്ടെ കോടഞ്ചേരി, തിരുവമ്പാടി, കൂടരഞ്ഞി പഞ്ചായത്തുകളിലൂടെയാണ് കടന്നുപോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡ് ഉദ്ഘാടനം ചെയ്തതോടെ മലയോര വികസന കുതിപ്പിന് പുത്തൻ അധ്യായമാണ് കുറിച്ചത്. നമ്മൾ മഞ്ചേശ്വരത്ത് തുടങ്ങിയാൽ പാറശാല വരെ ഒരു വലിയ പട്ടണത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നവര്, ആ തരത്തിലുള്ള ഒരു നാടാണ് നമ്മുടെ. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് നമ്മൾ. അപ്പോൾ ഇത് നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണ് ഈ ദേശീയപാത. എന്നാൽ അതുകൊണ്ട് മാത്രം പൂർണ്ണമാകില്ല. അതുകൊണ്ടാണ് നാം മലയോര ഹൈവേ വേണമെന്ന് വെച്ചത്. മലയോര ഹൈവേ മാത്രമല്ല, തീരദേശത്തു കൂടി മറ്റൊരു ഹൈവേ കൂടി വേണം. ഈ രണ്ടിനും കൂടി 10,000 കോടി രൂപ ചെലവ് വരും. ആ 10,000 കോടിയും ചെലവിടുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ആ പണം നാം കണ്ടെത്തുന്നത് കിഫ്ബിയിലൂടെയാണ്. ആ പണം ചെലവിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി വരെയുള്ള ഈ റീച്ചിൽ കാണുന്നത്. മലയോര പാതയുടെ നിർമ്മാണത്തിനുള്ള കിഫ്ബി ഭരണാനുമതി ലഭിച്ചത് 2017 2020 ഓഗസ്റ്റ് 11 ആരംഭിച്ച പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. തിരുവമ്പാടി മണ്ഡലത്തിലൂടെ 3 റീച്ചുകളാണ് കടന്നു പോകുന്നത്. ഹൈവേക്ക് അനുബന്ധ റോഡടക്കം 221 കോടിയാണ് ചെലവ്. 34.3 കിലോമീറ്റർ ദൂരമുള്ള റീച്ചിന് 12 മീറ്ററാണ് വീതി. റോഡിന്റെ ഇരുവശത്തും ഓടകളും ഭൂഗർഭ കേബിളുകൾ, പൈപ്പുകൾ എന്നിവ കടന്നു പോകാനുള്ള പ്രത്യേക സംവിധാനവുമുണ്ട്. പുറമെ സൗരോർജ്ജ വിളക്കും സിഗ്നൽ ലൈറ്റും, പ്രധാനപ്പെട്ട കവലകളിൽ കോൺക്രീറ്റ് കട്ടകൾ ഇട്ട നടപ്പാതകളും ബസ് സ്റ്റോപ്പുകളും. നടപ്പാതകൾക്കെല്ലാം കൈവരികളുമുണ്ട്. കുമ്പാറയിലും കൂടരഞ്ഞി വീട്ടിപ്പാറയിലും 2 പാലങ്ങൾ കൂടി പദ്ധതിയുടെ ഭാഗമായുണ്ട്. മലയോര മേഖലയിൽ വികസനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ആവശ്യമായി കണ്ട മലയോര ഹൈവേ 2016 തന്നെ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടി എന്നുള്ള നിലയിൽ നടപ്പിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. നടക്കില്ല എന്ന് പലരും പ്രചരിപ്പിച്ചൊരു പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലെ ഒരു പാത യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ പേര്
കേരളമാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കുന്ന കാര്യം. ഹൈവേ നിർമ്മാണത്തിന് മലയോര ജനത സൗജന്യമായാണ് സ്ഥലം വിട്ടു നൽകിയത്. MLA ലിൻഡോ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിച്ച് നിർണായകമായ ഇടപെടൽ നടത്തി. ഇതാണ് മലയോര ജനത വികസന മുന്നേറ്റത്തിനൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള വഴിയൊരുക്കിയത്. സെക്കൻഡ് സ്ട്രെച്ച് എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന റോഡിന് ഈ ഗവൺമെന്റ് മുടക്കുന്നത് 48 കോടി രൂപയാണ്. 3000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയിലെ വികസനം നടക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി, എല്ലാ പദ്ധതികളും നിർമ്മാണം ആരംഭിച്ച ഒരു മണ്ഡലം എന്ന നിലയിൽ, ആ മണ്ഡലത്തിന് ജനപ്രതി എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനോടും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരോടും കേരളത്തിന്റെ പ്രിയപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിനോടും ഈ നാടിന്റെ പാതയ്ക്കായി സ്ഥലം വിട്ടു നൽകിയവർക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാൻ കേരള സർക്കാർ മറന്നില്ല. വെള്ളച്ചാട്ടങ്ങളും പാറക്കെട്ടുകളും നിറയെ പച്ചപ്പുമുള്ള വഴിയോരങ്ങൾ ഹൈവേ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ വിളിച്ചോതുന്നതാണ്. പുറമെ വ്യവസായ സംരംഭങ്ങളിലടക്കം പുതിയ വാതിൽ കൂടിയാണ് മലയോര വികസനം യാഥാർത്ഥ്യമാക്കിയതോടെ പിണറായി സർക്കാർ തുറന്നിട്ടത്.